അസ്സലാമലൈക്കും, വെൽക്കം ടു മീമാസ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മുട്ടയും കൂടെ ഒരു സ്പെഷ്യലായിട്ടോ കേട്ടോ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതൊരു പാൻ എടുക്കുക, എന്നിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുന്ന സമയത്തായിരിക്കണം നമ്മൾ കടുക് ഇടേണ്ടത്. അതേപോലെ നമ്മൾ ചെറിയ ജീരകം ഇടണം, പിന്നെ അതിന് ഉഴുന്നും കൂടി ഇടണം. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ സവാളയും കൂടി ഇടുക. അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലോണം നമ്മുടെ ഉള്ളിനെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ നേരത്തെ മറന്നു പോയത് കേട്ടോ. ആ സൈഡിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മുടെ വറ്റൽമുളകും കൂടിയിട്ട് ചേർക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ നല്ലോണം മിക്സ് ആക്കുക. അതിനുശേഷം നമ്മളിതെല്ലാം വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക, അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇടുക, പിന്നെ ഗരം മസാല ഇടുക. എന്നിട്ട് നമ്മൾ നമ്മുടെ എരിവിന് ആവശ്യത്തിലുള്ള മുളക് കൂട്ടിയിട്ട് നല്ലോണം ഇത് വഴറ്റുക. കാരണം ഈ മസാലയിലൊക്കെ പച്ച മണം ഒന്നും പോകണം കേട്ടോ. ഇത് നല്ലോണം വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ പൊടിച്ചൊഴിക്കാം. ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 5-6 മുട്ടയൊക്കെ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ മഞ്ഞക്കുരുവില്ലേ അതൊക്കെ നല്ലൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഒരുപാട് നേരം ടൈം എടുക്കരുത്, കുറച്ച് നേരം വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിതിനെ ഈ ഒരു മുട്ട മൊത്തം ചിക്കൻ അതുപോലെ നല്ലോണം മിക്സ് ആക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മറ്റൊരു റെസിപ്പി തന്നെയാണ് മുട്ടയും കൊള്ളി ഒരു ഐറ്റം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.